Hi friends, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഡാൻഡ്രഫ് പാക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യത്തെ 15 ദിവസത്തേക്കുള്ള പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞു. 15 ദിവസം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത 15 ദിവസത്തേക്കുള്ള അടുത്ത പാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈ 15 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്തവർക്ക് ഇപ്പോൾ ഡാൻഡ്രഫ് ഒരുവിധം പൂർണ്ണമായിട്ടും ഒരു 3/4 ഡാൻഡ്രഫും മാറിയിട്ടുണ്ടാവും, ഇച്ച്നെസ് മാറിയിട്ടുണ്ടാവും. ബിക്കോസ് നമ്മൾ ഇഞ്ചിനീര് കറക്റ്റായിട്ട് യൂസ് കഴിഞ്ഞാൽ ഇച്ച്നെസ് ഉണ്ടാകില്ല. പിന്നെ ഉലുവ പാക്ക് തല നല്ല സ്കാൽപ്പെല്ലാം നല്ല ക്ലീൻ ആയിട്ട് വെക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ആ 15 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്തവരാണെങ്കിൽ കറക്റ്റായിട്ടും ഡാൻഡ്രഫ് മാറിയിട്ടുണ്ടാകും. ഇനി അടുത്ത 15 ദിവസത്തേക്കുള്ള പാക്കാണ് നമ്മൾ നോക്കുന്നത്. അത് നമ്മുടെ മുടി ഒന്ന് സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കാൽപ്പിന് ഒരു നല്ല മസാജ് കൊടുക്കാനും ഒരു റിലാക്സ് കൊടുക്കാനുമായിട്ടുള്ള അടുത്ത 15 ദിവസത്തേക്കുള്ള പാക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഈ 15 ദിവസത്തേക്കുള്ള പാക്ക് ആഴ്ചയിൽ 2 ദിവസം വെച്ച് മറക്കാതെ ഇടുക. അതിന് പുറമേ ആയിട്ട് നിങ്ങളുടെ സ്കാൽപ്പ് മാക്സിമം ക്ലീൻ ആയിട്ട് വെക്കുക, നനഞ്ഞ മുടി കെട്ടാതിരിക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത 2 മാസത്തേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ മാക്സിമം ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, ഫ്രീ ആയിട്ട്. പിന്നെ അതിനുശേഷം താരൻ വരില്ല, അത് ഉറപ്പാണ്. സ്കാൽപ്പ് മാക്സിമം ക്ലീൻ ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വേർപ്പോടുകൂടി തലയിലൊന്നും എണ്ണ തേക്കരുത്. വേർപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷമേ തലയിൽ എണ്ണ തേക്കാവൂ. മാക്സിമം നല്ലപോലെ തലയൊക്കെ നല്ലപോലെ ഡെയിലി നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഡെയിലി എണ്ണ വെച്ച് മസാജ് ചെയ്ത് കുളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടാമത്തെ പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനു മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ളൊരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡാൻഡ്രഫ് പാക്കിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ. ഇത് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നല്ലെണ്ണയാണ് ഇതിന് ബെസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ, പിന്നെ ഒരു നാരങ്ങ 2ആയിട്ട് കട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ കുരു ഒന്ന് കളഞ്ഞിട്ട്, കുരു വേണ്ടല്ലോ, അപ്പോൾ ആ കുരു ഒന്ന് കളഞ്ഞിട്ട് ഒരു വലിയ നാരങ്ങ എടുക്കാൻ കേട്ടോ. എണ്ണയ്ക്കകത്ത് നാരങ്ങ ഒഴിച്ച് തലയിൽ തേക്കുന്നതുകൊണ്ട് തലമുടിക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ നാരങ്ങ ഒരിക്കലും ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഒരു വലിയ നാരങ്ങ ഫുള്ളായിട്ട് ഈ എണ്ണയിൽ പിഴിഞ്ഞൊഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇഞ്ചിനീരും എണ്ണയും കൂടെ തേച്ചില്ലേ, അതിന് പകരമായിട്ട് ഈ അടുത്ത 15 ദിവസം നമുക്ക് ഇതാണ് തേക്കേണ്ടത്. നല്ലെണ്ണയും നാരങ്ങയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലെണ്ണയും നാരങ്ങയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിലും തലമുടിയിലും ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ആദ്യം. ഓക്കെ, അതിനുശേഷം ഇതാദ്യം തലയിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മറ്റേ ഉലുവ പാക്ക് ഇട്ടതുപോലെ ആവശ്യത്തിന് തൈരെടുക്കുക. അതായത് തലയിൽ തേക്കാൻ ആവശ്യത്തിനുള്ള തൈരെടുക്കുക. തൈരെടുത്തതിന് ശേഷം അതിനകത്ത് ഒരു മുട്ട, ഇപ്പോൾ നോർമൽ ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഫുൾ മുട്ട ഫുള്ളായിട്ട് ഒഴിക്കാം. ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്താൽ മതി. പിന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ മുട്ടയുടെ മഞ്ഞ, ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ വെള്ള. ഓക്കെ, എനിക്കിപ്പോൾ നോർമൽ ഹെയർ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ വെള്ള മൊത്തം എടുക്കുന്നത്. ഒരുപാട് ഡ്രൈ ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ മുടിക്ക് വളരെ നല്ലതാണ്. കാരണം മുട്ടയുടെ മഞ്ഞയ്ക്കകത്തൊരു സോഫ്റ്റ്നെസ് ഉള്ളത് മുടിക്കൊരു എണ്ണമയമൊക്കെ കൊടുത്ത് മുടിയെ നല്ലതാക്കും. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞയും ഈ തൈരും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വേണം രണ്ടാമത് ഒരു പാക്കായിട്ട് തലയിൽ ഇടാൻ. ഞാനിത് നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് എണ്ണ തേക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ പാക്ക് തലയിലിടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ എണ്ണയും നാരങ്ങയും കൂടെ ചേർന്ന മിശ്രിതം തലയിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തലയുടെ ഓരോ തലയോട്ടിയിൽ നല്ല വിരലും വെച്ച് നല്ല വൃത്തിയായിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിലെ രക്തയോട്ടം വർദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ താരൻ, ഒന്നാമത് നമ്മൾ ഈ ഇഞ്ചി നീരൊക്കെ തേച്ച് മുടിയൊക്കെ ഒരു നല്ല തലയിലെ താരനൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് വേണം നമ്മൾ ഈ നാരങ്ങ തേക്കാൻ. അതായത് ഡാൻഡ്രഫ് വന്ന ഉടനെ ഫസ്റ്റിലെ നാരങ്ങ എടുത്ത് അപ്ലൈ ചെയ്ത് തല നാശമാക്കരുത്.
ആദ്യം നമ്മൾ ഇഞ്ചിനീര് വെച്ചിട്ട് ഇഞ്ചിനീരും എണ്ണയും കൂടെ തേച്ച് നമ്മുടെ ആ മിശ്രിതം ഒരു 15 ദിവസം നമ്മൾ തേച്ചിട്ടുണ്ട്. 15 കഴിഞ്ഞ് 16ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് തേക്കേണ്ടത് ഈ നല്ലെണ്ണയും നാരങ്ങയും ചേർന്ന മിശ്രിതവും ആ തൈരിൻ്റെ പാക്കും ആഴ്ചയിൽ 2 ദിവസം. ഷാമ്പു വേണ്ട. പിന്നെ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് ഷാമ്പു വേണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു, താളി പോലുള്ള എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഓയിൽ നല്ലപോലെ തലയോട്ടിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് പാക്ക് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റോളം തല നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്. തല നല്ലപോലെ കുനിച്ചൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു 15 മിനിറ്റ് എണ്ണയും നാരങ്ങയും കൂടെ തേച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റായി. ഇനി നമുക്ക് ഈ മുട്ടയും തൈരും കൂടെ ചേർന്ന മിശ്രിതം അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ തേക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ അകത്തായതുകൊണ്ട് ടവലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാക്സിമം വാഷ്റൂമിൽ വെച്ചിട്ട് തേക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറേശ്ശെ നമ്മൾ എണ്ണ തേച്ചതുപോലെ തന്നെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ തലയൊട്ടിയിലും തലമുടിയിലും ഒക്കെ നല്ലപോലെ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ എനിക്കും മോക്കും കൂടെ വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അധികമായിട്ട് ഞാൻ എടുത്തത്. നിങ്ങളുടെ മുടി എത്ര ഉണ്ടോ അത്രയും ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. മുട്ട ആക്ച്വലി തലയ്ക്ക് നല്ലതാണ്, നല്ലൊരു കണ്ടീഷണറാണ് മുട്ട. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, മുട്ട നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ അത് ഡാൻഡ്രഫിന് ഓപ്പോസിറ്റായിട്ട് വരും. അതുകൊണ്ട് മുട്ട ഡാൻഡ്രഫിന് നല്ലതാണ്. പക്ഷേ അതേസമയം നമ്മൾ മുട്ട തേച്ചതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കളയുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഇത് ഫുള്ള് നല്ലതായിട്ട് തലയൊട്ടിയിലും തലമുടിയിലും ഒക്കെ തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ തൈര് ചിലർക്ക് തണുപ്പൊക്കെ ആവുകൊണ്ട് തണുപ്പില്ലാത്ത തൈര് വേണം തലയിൽ തേക്കാനായിട്ട്. ഒരു തണുപ്പില്ലാത്ത തൈര് തേച്ചതിന് ശേഷം ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ചാൽ മതി. കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെക്കാം. വെച്ചതിന് ശേഷം നല്ല ഷാമ്പു ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ ഷാമ്പു മീൻസ് മൈൽഡ് ഷാമ്പു. ഞാൻ ഉപയോഗിക്കുന്ന ഈ മുട്ട തേച്ച് കഴിഞ്ഞാൽ ഖാദിയുടെ ഒരു ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. നല്ല ഷാമ്പു ആണ്, ഖാദിയുടെ ഒരു ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. ഖാദിയുടെ ഷാമ്പൂസ് എല്ലാം നല്ലതാണ്, പാരബിൻ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ അങ്ങനൊരു ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ താളിയോ ചെമ്പരത്തിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം തല ഫുള്ള് ഈ പാക്ക് ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് നല്ല കെട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിയതിന് ശേഷം നല്ലപോലെ മുടി ഉണക്കുക. നിങ്ങളുടെ ഈ 15 ദിവസം ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ഇത് ചെയ്യണം. 100% ഗ്യാരണ്ടിയാണ്. ഡാൻഡ്രഫ് പിന്നെ തലയിൽ വരുമില്ല, ഡാൻഡ്രഫ് എന്നൊരു പ്രോബ്ലവും ഇല്ല. മുടി നല്ല സോഫ്റ്റായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഒരു 2 മാസവും കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആഴ്ച 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 15 ദിവസം ഇഞ്ചിയും നാരങ്ങയും ചേർത്ത് ഉലുവ പാക്കും, അടുത്ത 15 ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ഈ പാക്കും തേക്കാം. ഓക്കെ, അപ്പോൾ നല്ലപോലെ തേച്ച് എല്ലാവരും ഡാൻഡ്രഫ് ഫ്രീ ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ ഡാൻഡ്രഫ് പോവുള്ളൂ. കാരണം ഡാൻഡ്രഫ് ഒൺസ് വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് ഭയങ്കര പാടാണ്. സോ എല്ലാവരും നല്ലപോലെ എഫേർട്ടൊക്കെ ഇട്ട് മുടിയിൽ ഡാൻഡ്രഫൊക്കെ മാറ്റി സൂപ്പറാക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വേറൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.